ഇന്നതാ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. ആരുടേതാണെന്നുള്ളത് വഴിയേ പറയാം. എല്ലാവരും എത്തിയിട്ടുണ്ട്. ബന്ധുക്കളും ചേട്ടന്മാരും ചേച്ചിമാരും മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇനി ആരുടേതാണ് ഈ ബർത്ത്ഡേ എന്നറിയണ്ടേ? യെസ്, നമ്മുടെ കഥാനായകൻ ദാ നിൽക്കുന്നു. 70ൻ്റെ നിറവിലും ആ യുവത്വം പിടിച്ച് നിൽക്കുന്ന അപ്പച്ചനെ കണ്ടില്ലേ? അപ്പച്ചൻ്റെ പിറന്നാളാണിന്ന്. ഇനി ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങളുടെ വൺ ആൻഡ് ഓൺലി അളിയന് വേണ്ടിയിട്ടാണ്. അളിയൻ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. ദാ വരുന്നു നമ്മുടെ അളിയൻ. പിന്നെ അളിയനും കൂടി വന്നതോടുകൂടി സ്വീറ്റ് നമ്മുടെ അപ്പച്ചൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള കേക്ക് അങ്ങോട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഈ ബർത്ത്ഡേയിൽ അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് ഓർത്ത് എല്ലാവരും റെഡിയായി നിൽക്കുക. കണ്ട നമ്മുടെ സുന്ദരൻ അപ്പച്ചനെ കണ്ടില്ലേ? 70ൻ്റെ മെഴുകുതിരിയൊക്കെ ഉണ്ടല്ലോ. ഇനി സാഘോഷമായിട്ടുള്ള ആ കേക്ക് കട്ടിങ് ആണ്. അമ്മച്ചിയും അപ്പച്ചനും പേരക്കിടാങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്യണത് കണ്ടില്ലേ? എന്താ സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണല്ലേ. എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കാനുള്ള ആ മടി, അതാണതാ ഈ കാണുന്നത്. എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കണ്ടോ അല്ലേ? അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൈയൊക്കെ അടിച്ച്. ഇത് നമ്മുടെ അപ്പൻ്റെ പെങ്ങന്മാരാണ് കേട്ടോ. ഇനി ഇതാണ് ഞങ്ങളുടെ വൺ ആൻഡ് ഓൺലി ചേച്ചി, ചേട്ട ആൻഡ് ഞങ്ങൾ. അപ്പച്ചന് ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യമാണ്. എനിക്കും അതുപോലെ തന്നെ അപ്പച്ചനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ചേച്ചിമാരും പേരക്കുട്ടികളും ചേട്ടന്മാരും ഒക്കെ കണ്ടില്ലേ? ഇത് നമ്മുടെ മൂത്ത ചേച്ചിയുടെ അപ്പച്ചനാണ്. കേക്കും കൊടുത്ത് പൊന്നാടിയൊക്കെ അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. ഇനി കേക്ക് കഴിക്കലായി, ഫുഡ് കഴിക്കലായി, അത് ഒന്നിച്ചിരുന്ന് കഴിക്കലായി. എന്തൊരു ഹാപ്പിനെസ് നിറഞ്ഞൊരു കാഴ്ചയാണെന്നുള്ളത് നോക്കിക്കേ. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ പറയുക. ഇതിന് പിന്നെ അങ്ങനെ അല്ലാണ്ട് എങ്ങനെയാ വിളിക്കുക?